ജീവിതം തന്നെ ഒരു ക്യാൻവാസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ജീവിതത്തിൽ നിറക്കൂട്ടുകൾ ചാലിച്ച് മായിക ലോകം തീർക്കുന്ന ദമ്പതികളെ പരിചയപ്പെടാം. കോഴിക്കോട് മഞ്ചേരി സ്വദേശി ഡോക്ടർ രഘുറാമും ഭാര്യ നവനീതവും ഇതുവരെ വരച്ചു തീർത്തത് 10,000-ലേറെ ചിത്രങ്ങളാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക്. മനുഷ്യ മനസ്സിന്റെ രോഗങ്ങൾക്ക് ആശ്വാസമാകുന്ന ഡോക്ടർ രഘുരാമിലേക്ക് എത്തണമെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാളിലെ ഈ ചിത്ര പ്രദർശനം കാണണം. ഡോക്ടർ എന്ന വിളിപ്പേരിനൊപ്പം ചിത്രകാരൻ എന്നുകൂടി ചേർത്ത് വായിക്കാം. ജോലിത്തിരക്കിനിടയിൽ കിട്ടുന്ന ഇത്തിരി സമയം കൊണ്ട് നിറക്കൂട്ടുകൾ കൊണ്ട് ഒരു മായിക ലോകം തന്നെ തീർത്തുവെച്ചിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദിയുടെ ചിത്രത്തെക്കുറിച്ചാണ് ആളുകൾക്ക് കൂടുതലും അറിയേണ്ടത്. നമ്മളൊരു പോർട്രേറ്റ് വരക്കുന്ന പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. നമ്മൾ ഒരു സിനിമാ നടൻ്റെ മുഖം വരച്ചാലും അതുപോലെ തന്നെ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയുടെ മുഖം വരയ്ക്കുമ്പോൾ ആ വര ശരിയായോ എന്നുള്ളത് കാണുന്ന ആൾക്ക് മനസ്സിലാവും. പിന്നെ ആ ചിത്രം, മോദിജിയുടെ ചിത്രം വരച്ചത് ഒരു കറുത്ത ബോർഡിലാണ്. അപ്പോൾ കറുത്ത ബോർഡിൽ വെള്ള രോമങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും, താടിയൊക്കെ വരയ്ക്കാൻ പറ്റും, ഓറഞ്ച് കളറൊക്കെ നന്നായി വരും. അപ്പോൾ അതൊരു പരീക്ഷണം പോലെയാണ് അത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും അത് സംതൃപ്തി ഉണ്ടായിരുന്നു. രഘുറാം മാത്രമല്ല, സഹധർമ്മിണി നവനീതവും വരയ്ക്കും. ഈ വരകൾ പക്ഷേ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. ഇപ്പം എൻ്റെ വര തുടങ്ങിയതെന്ന് പറയുമ്പോൾ കോലം വരച്ചിട്ടാണ്. പുള്ളി വെച്ച കോലം വരച്ചിട്ട് തുടങ്ങിയതാണ് എൻ്റെ വര. അപ്പോൾ ആ ഒരു സ്ട്രക്ചേർഡ് ആർട്ടാണ്. പുള്ളി വെച്ചിട്ട് അതിനെ കൺട്രോൾഡ് ആയിട്ടുള്ള കർവ്സ് ആൻഡ് ലൈൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഡോക്ടർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ വരയ്ക്കണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ്. സോ ആദ്യത്തെ പെയിൻറ്റിംഗ് ഒക്കെ ഫാബ്രിക് പെയിൻറ്റിംഗ് ആയിരുന്നു. രഘുറാം ചേർത്ത് പിടിച്ചപ്പോഴാണ് തന്നിലെ വരകൾക്ക് പൂർണ്ണത വന്നതെന്ന് നവനീതം. ആ പിന്തുണയിൽ വിരിഞ്ഞതാണ് ഈ മനോഹര ചിത്രങ്ങൾ. ഇനിയുമേറെ വരയ്ക്കണം, ഇത്തരം ചിത്ര പ്രദർശനം നടത്തണം. അതാണ് ഈ ദമ്പതികളുടെ സന്തോഷം. ജനം, കോഴിക്കോട്.